കുറച്ച് ദൂരം നടക്കണം. അപ്പോൾ അങ്ങനെ നടക്കുമ്പോൾ അവിടെ ഒരു പടിപ്പുരയുണ്ട്, ഒരു ഗേറ്റ് ഉണ്ട് കോട്ടയിലേക്ക് കയറുന്നത്. രാത്രിയാകുമ്പോൾ ആ ഗേറ്റൊക്കെ പൂട്ടുമെന്ന് മനസ്സിലായി. ആ ഗേറ്റ് കടന്ന് അകത്ത് കയറി കഴിയുമ്പോഴത്തേക്ക് മനോഹരമായി ഒരുക്കിയിട്ടിരിക്കുന്ന കുന്നിൻ ചെരുവാണ്, പുൽമേടുകളാണ്. ആ പുൽമേടിൻ്റെ ഒരു വശത്ത് ഈ കോട്ട തലയുയർത്തി നിൽക്കുന്നു. ഈ നെപ്പോളിയനുമായി ബന്ധപ്പെട്ടൊക്കെ ഒത്തിരി കഥകളുള്ളതാണ്. ഈ നെപ്പോളിയൻ കീഴടക്ക് ഇവിടെയൊക്കെ വരുന്ന കാലത്ത് ഇത് തകർന്നൊരവസ്ഥയിലായിരുന്നു. പക്ഷേ അതിനെ പുനരുദ്ധരിച്ച് നെപ്പോളിയൻ അതിനെ വില കൊടുത്ത് വാങ്ങുകയൊക്കെ ചെയ്തൊരു ചരിത്രമൊക്കെ ഉണ്ട്. അപ്പം ഈ ഫ്രാൻസിൻ്റെ ഫ്യൂഡൽ കാലഘട്ടത്തിൽ ഈ ഒരൊറ്റ ചക്രവർത്തി ആയിരുന്നില്ല ഫ്രാൻസിലും യൂറോപ്പിലും ഒന്നും ഭരിച്ചിരുന്നത്. നാട്ടുപ്രഭുക്കന്മാരായിരുന്നു ഭരിച്ചിരുന്നത്. അപ്പോൾ ആ ഓരോ നാട്ടുപ്രഭുക്കന്മാരും അവരുടെ ആസ്ഥാനമായിട്ട് ഒരു കോട്ടയും ഒരു കാസിലും പണിതിരുന്നു. കോട്ടയം എന്ന് പറഞ്ഞാൽ മതിൽ കെട്ടിയ ഒരു സാധനമെന്ന് കരുതരുത്. നമ്മുടെ നാട്ടിലെ ടിപ്പു സുൽത്താൻ്റെ പാലക്കാട്ടെ കോട്ടയോ അല്ലെങ്കിൽ ബേക്കൽ കോട്ടയോ പോലെയല്ല. ഇതിനകത്തൊരു കൊട്ടാരം തന്നെയാണ്. ഈ കൊട്ടാരത്തിൻ്റെ പുറം മതിൽ കനത്തിൽ പണിതിരിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ കാസിലുകൾ എന്നാണ് യൂറോപ്പിൽ അറിയപ്പെടുന്നത്. യൂറോപ്യൻ കാസിലുകൾ 4, 5, 6 നിലയുള്ള കൊട്ടാരക്കെട്ടുകളാണ്. എന്നാൽ അത് ഒരല്പം പ്രാകൃത ഭാവത്തിലായിരിക്കും നിൽക്കുക. അതായത് കല്ലടിച്ച് കെട്ടിയ പരുക്കൻ ഭാവമായിരിക്കും. പുറത്തുനിന്ന് ഒരു പീരങ്കി ആക്രമണത്തെ പോലും പ്രതിരോധിക്കാൻ കഴിയുന്ന, എന്നാൽ മാസങ്ങളോളം ഉപരോധം ഉണ്ടായാൽ പോലും അതിനകത്ത് താമസിക്കുന്ന ഒരു കമ്മ്യൂണിറ്റിക്ക് ആഹാരവും മറ്റു വസ്തുക്കളും ജലവും ഒക്കെ ആവശ്യം ലഭിക്കുന്ന മട്ടിൽ, എല്ലാ സൗകര്യങ്ങളോടും കൂടി ജീവിക്കാൻ കഴിയുന്ന മട്ടിൽ ഒരുക്കിയ ഒരു സുരക്ഷിത താവളത്തിനാണ് കാസിൽ എന്ന് പറയുന്നത്.